ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് എലിസബത്തിൻ്റെ അടുക്കലേക്കുള്ള കന്യമറിയാമിൻ്റെ യാത്രയാണ്. വായനാഭാഗം വിശുദ്ധ ലൂക്കോസ് 1 അധ്യായം 35 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. മാലാഹ പറഞ്ഞാണ് ചാർച്ചക്കാരി എലിസബത്ത് 6 മാസം ഗർഭിണിയാണെന്ന് കന്യമറിയാം അറിയുന്നത്. അന്ന് ഇന്നത്തെ പോലെ വാർത്താമാധ്യമങ്ങളൊന്നുമില്ലല്ലോ. മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിപ്പാനാണ് എന്ന കർത്തൃവചനം നിവർത്തിക്കപ്പെടുവാൻ ദൈവാത്മാവിനാൽ ലോകരക്ഷനെ ഗർഭം ധരിച്ച ഉടനെ, മാലാഖയുടെ വചനം കേട്ട ഉടനെ കന്യമറിയാം മലനാട്ടിലേക്ക് അതിവേഗം പോകുന്നു. 3 മാസം അവിടെ താമസിച്ച് എന്ന് ദൈവവചനം രേഖപ്പെടുത്തുന്നു. ശുശ്രൂഷിക്കുവാനുള്ള ധ്വര അല്ലെങ്കിൽ തീഷ്ണത ദൈവീയ പ്രകാശത്തിലെ വിളിക്കപ്പെട്ട എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടതാണ്. 2. ദൈവശാസ്ത്രപരമായ ഈ യാത്രയ്ക്ക് ഒരു അർത്ഥതലമുണ്ട്. ആ ഭവനം വൃദ്ധതയിൽ തള്ളിരിട്ട ഭവനമാണ്. പഴയ നിയമത്തിൻ്റെ പ്രതീകമാണ്. 300 വർഷക്കാലം പ്രവചനങ്ങളൊന്നും കേൾക്കാതെയിരുന്ന യഹൂദന്മാർ ഗണത്തിലെ പ്രധാന കുടുംബമാണ്. വിശ്വാസം ജീവിതത്തിലില്ലാതെ പഠിപ്പിക്കലുകളിൽ മാത്രം ഒതുങ്ങിയ യഹൂദ സംസ്കാരത്തിൻ്റെ പ്രതീകമാണ്. നമ്മുടെ വിശ്വാസങ്ങൾക്കും ഇതുപോലെ നര ബാധിക്കുവാൻ ഇടവരരുത്. എന്നാൽ സക്കറിയായും എലിസബത്തും ആരായിരുന്നു എന്ന് വിശുദ്ധ ലൂക്കോസ് 1:6 പറയുന്നു. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളും ന്യായങ്ങളും കുറ്റമില്ലാത്തവരുമായി നടക്കുന്നവരുമായിരുന്നു. എങ്കിലും അവിശ്വാസത്താൽ സക്കറിയ മൗനിയാണ്. 300 വർഷക്കാലം ദൈവവചനം ഇല്ലാതെ ഇരുന്ന മൗനാവസ്ഥയിൽ ആയിരുന്നല്ലോ യഹൂദ്യ. പക്ഷെ അവിടെ പിറക്കുവാൻ പോകുന്നത് എല്ലാ നിശബ്ദതയും എല്ലാ കെട്ടുകളും എല്ലാ ബന്ധനങ്ങളെയും അഴിക്കുവാൻ ഉള്ളവനാണ്. മാത്രമല്ല, ജീർണിച്ചു പോയ ആദാമിൻ്റെ വംശത്തെ തോളിലേറ്റി യോർദാനിൽ നവജീവൻ നൽകുവാൻ ഗർഭത്തിൽ സ്വീകരിച്ച ആളാണ് കന്യകമറിയാം. സ്നാനം കൊടുക്കേണ്ടവനാണ് യോഹന്നാൻ. പഴയതും പുതിയതും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ്. 3. നിന്നുപോയ ദൈവവചനം ശക്തിയോടെ പ്രഖ്യാപിക്കാൻ ഉദരത്തിൽ വെച്ച് തന്നെ തയ്യാറായവനാണ് വിശുദ്ധ യോഹന്നാൻ. താൻ മാമോദിസ മുക്കേണ്ടവനെയും താൻ വഴിയൊരുക്കി കൊടുക്കേണ്ടവനെയും ഉദരത്തിൽ വഹിച്ചാണ് തൻ്റെ മാതാവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സ്ത്രീ എന്ന തിരിച്ചറിവ് ആഹ്ലാദത്തോടെ യോഹന്നാൻ പ്രഖ്യാപിക്കുന്നു. അവിടെ തുടങ്ങി അദ്ദേഹത്തിൻ്റെ സുവിശേഷ വേല. അത് ആ അമ്മയിലും ചലനം ഉണ്ടാക്കുന്നു. അവിടെ വലിയൊരു ആനന്ദഘോഷമാണ്. നമ്മുടെ കൂടിച്ചേരലുകളും പോക്കും വരവും മറ്റുള്ളവർക്കും നമുക്കും ആത്മീയാനന്ദം പകരുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. അതോ നെഗറ്റീവ് എനർജി സമ്മാനിക്കുന്നവരാണോ എന്ന് ഓർക്കണം. പരസ്പരം സഹായിക്കുന്നതിനും ഉപദേശം കൈമാറുന്നതിനും ആശ്വസിപ്പിക്കുന്നതിനും കന്യമറിയാമിൻ്റെയും എലിസബത്തിൻ്റെയും കൂടിക്കാഴ്ച ഉപകാരമായി. നമുക്കും നമ്മുടെ ഭവനങ്ങളിലും അതുണ്ടാവട്ടെ. 4. എലിസബത്തിനാണ് കന്യമറിയാമിനെ എൻ്റെ കർത്താവിൻ്റെ മാതാവ് എന്ന് വിളിക്കുവാൻ ആദ്യം ഭാഗ്യം സിദ്ധിച്ചത്. കൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഗബ്രിയേൽ മാലാഖയുടെയും എലിസബത്തിൻ്റെയും അഭിവാദനങ്ങൾ കൂട്ടിച്ചേർത്തതാണ്. ആകെ അധികമായി ഉള്ളത് പ്രാർത്ഥനയുടെ അവസാനം ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നുള്ള ഒരു ചെറിയ അഭ്യർത്ഥന മാത്രമാണ്. വലിയ വിശ്വാസികളെന്ന് പെരുമ്പറ കൊട്ടി ഘോഷിക്കുന്ന ചിലർക്ക് ഈ വേദപുസ്തക വചനങ്ങൾ കയ്പായി തോന്നാറുണ്ട്. നമ്മുടെ കൂടിച്ചേരലുകളും സംഭാഷണങ്ങളും ദൈവാത്മാവിനാൽ രുചി വരുത്തിയതായിരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ കൂടിവരവുകൾ നിൻ്റെ മഹത്വത്തിന് ഉതകുന്നതായി തീരണമേ. സ്വാർത്ഥതയും അഹങ്കാരവും വെടിഞ്ഞ് പരസ്പരം അംഗീകരിക്കുന്നതിനും പരസ്പരം ആദരിക്കുന്നതിനും പരസ്പരം കരുതുന്നവരുമായി ദൈവാത്മാവിനാൽ പുതുക്കപ്പെട്ട ജീവിതമായി തരട്ടെ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടേത്. പുത്രപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേൽ സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.